അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഹദിയായ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറയുന്നത് കാണാം, ഒരിക്കൽ ബറാഅത്ത് രാത്രി എൻ്റെ അടുത്ത് ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പെട്ടെന്ന് കാണാതാവുകയും തങ്ങളെ തിരക്കി ഞാൻ പുറത്തിറങ്ങി നോക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജന്നത്തുൽ ബഖീയിൽ ഉള്ളതായി കാണാൻ സാധിച്ചു. തിരികെ എത്തിയപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സംഭവം വിശദീകരിച്ചപ്പോൾ തങ്ങൾ പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട ശുഹദാക്കൾക്ക് വേണ്ടി, പ്രിയപ്പെട്ട മുഅ്മിനാത്തുകളുമായ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ പോയതാണ്. യഗ്ഫിറു ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി വശുഹദാ, മുഅ്മിനീങ്ങൾ, മുഅ്മിനാത്തുകൾ, ശുഹദാക്കൾ എന്നിവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ പോകാൻ കാരണം എന്നെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചുണർത്തി പറഞ്ഞയച്ചതാണ് എന്ന് പറഞ്ഞത് കാണാം. അഥവാ ബറാഅത്ത് രാവിൽ പ്രത്യേകമായും നമ്മിൽ നിന്ന് പിരിഞ്ഞ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കലും പൊറുക്കലിനെ ചോദിക്കലും റഹ്മത്തിനെ ചോദിക്കലും അവർക്കും നമുക്കും വേണ്ടി ഖബർസ്ഥാനിൽ വെച്ച് ദുആ ചെയ്യലും വളരെ പ്രധാനമാണ്, പ്രതിഫലാർഹമാണ് എന്ന് ഇതുകൊണ്ട് വ്യക്തമാണ്. ഖബർ സിയാറത്ത് പാടില്ലെന്ന് പറയുന്നവരായാലും ഈ ഹദീസ് അതിനെല്ലാം തെളിവാണ് എന്ന് നാം ഉൾക്കൊള്ളുകയും നമ്മുടെ ഉറ്റവരുടെ, ഉടയവരുടെ, വേണ്ടപ്പെട്ട മുഹിബീങ്ങളുടെ, മാതാപിതാക്കളുടെ ഖബറിൽ പോയി ഒന്ന് സലാം പറയാൻ, ഒന്ന് ഫാത്തിഹ ഓതാൻ, ഒന്ന് ദുആ ചെയ്യാൻ നമ്മളെല്ലാം ബറാഅത്ത് രാവിൽ, ബറാഅത്ത് ദിവസം സമയം കണ്ടെത്താൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.